നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ പൊതുവേ സംസാരിക്കാറുള്ളതാണ്. ഞാൻ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, അവൾ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നു, അവനൊരു പോലീസുകാരനാകാൻ ആഗ്രഹിക്കുന്നു. ഈ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ മലയാളത്തിൽ പൊതുവേ സംസാരിക്കാറുള്ളതാണ്. ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ കമ്പനി നെയിം വരുന്നത് ഇംഗ്ലീഷ് ടുഡേ എന്നുള്ളതായിരുന്നു. ഈ ഒരു നെയിം നമ്മൾ ചേഞ്ച് ചെയ്യാണ്. കാരണം ഈ ഒരു പേര് ഓൾറെഡി മറ്റൊരു വ്യക്തി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു നെയിം ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു നെയിം ചേഞ്ച് ചെയ്യാണ്. പുതിയ പേര് വരുന്നത് തിങ്ക്ലിഷ് അക്കാദമി എന്നുള്ളതാണ് പുതിയ പേര് വരുന്നത്. ഈ ഒരു പേരിലായിരിക്കും ഈ ഒരു കമ്പനി മുന്നോട്ട് അറിയപ്പെടുക. കൂടാതെ തിങ്ക്ലിഷ് അക്കാദമിയുടെ പുതിയ ഓഫീസ് കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിന്റെ അടുത്ത് ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു സ്റ്റഡി. ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് വാക്കുകളുടെ ഓർഡറും സാഹചര്യവും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സാഹചര്യം എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് വേണം, ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പലപ്പോഴായിട്ട് മലയാളത്തിൽ നമ്മൾ സംസാരിക്കാറുള്ള ഒരു രീതിയിലുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വാക്കുകളുടെ ഓർഡറും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആദ്യം എന്ന് പറയുന്നത് ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അവരെ ചേർത്ത് കൊടുക്കും. ഇവിടെ എന്നുള്ളത് ഐ എന്നുള്ളതാണ്, ഐ ചേർക്കാം. രണ്ടാമതായിട്ട് വുഡ് ചേർക്കാം. മൂന്നാമതായിട്ട് ലൈക്ക് ചേർക്കാം. നാലാമതായിട്ട് ടു ചേർക്കാം. അഞ്ചാമതായിട്ട് എന്താണോ പ്രവൃത്തി വരുന്നത്, ഇവിടെ എന്നുള്ളത് സ്റ്റഡി എന്നുള്ളതാണ്, സ്റ്റഡി ചേർക്കാം. എപ്പോഴും നടന്ന പ്രവൃത്തി V1 ആയിരിക്കണം. ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്കിതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഞാൻ കളിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഐ വുഡ് ലൈക്ക് ടു പ്ലേ. ഞാൻ കളിക്കാൻ ആഗ്രഹിക്കുന്നു. അവൾ വരാൻ ആഗ്രഹിക്കുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഷീ വുഡ് ലൈക്ക് ടു കം. അവൾ വരാൻ ആഗ്രഹിക്കുന്നു. അവർ കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ദേ വുഡ് ലൈക്ക് ടു ഈറ്റ്. അവർ കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഹീ വുഡ് ലൈക്ക് ടു സ്പീക്ക്. അവൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളിപ്പോൾ നോക്കിയത് ചെറിയ രീതിയിലുള്ള ഉദാഹരണമാണ്. നമുക്കടുത്തത് വലിയ രീതിയിലുള്ള ഉദാഹരണങ്ങൾ നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ക്ലാസ് ആണ്. നമുക്ക് ഇത് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടുപഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ അവളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഐ വുഡ് ലൈക്ക് ടു സീ ഹർ. ഞാൻ അവളെ കാണാൻ ആഗ്രഹിക്കുന്നു. അവൾ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഷീ വുഡ് ലൈക്ക് ടു കം ഹിയർ. അവൾ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. അവർ ഞങ്ങളോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നു എന്നെങ്ങനെ പറയാം? ചേരുക എന്ന് പറയുന്നത് ജോയിൻ എന്നാണ്. ദേ വുഡ് ലൈക്ക് ടു ജോയിൻ വിത്ത് അസ്. അവർ ഞങ്ങളോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നു. വിത്ത് എന്ന് പറഞ്ഞാൽ കൂടെ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. വിത്ത് അസ്, ഞങ്ങളുടെ കൂടെ. അടുത്ത ഉദാഹരണം നോക്കാം. അവൾ അവനോടൊപ്പം പോകാൻ ആഗ്രഹിക്കുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഷീ വുഡ് ലൈക്ക് ടു ഗോ വിത്ത് ഹിം. അവൾ അവനോടൊപ്പം പോകാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് മൈ മദർ. ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അബൌട്ട് എന്നുള്ളതിൻ്റെ അർത്ഥം കുറിച്ച് എന്നാണ് പറയുക. നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഈ രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് മൈ ബെസ്റ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണോ ടോപ്പിക്ക്, ഇപ്പോൾ മൈ കൺട്രി, അതുപോലെ തന്നെ എന്താണോ ടോപ്പിക് എന്നുള്ളത് അബൌട്ട് കഴിഞ്ഞതിന് ശേഷം പറയാൻ പറ്റുന്നതാണ്. ഈ രൂപത്തിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നതാണ്. അടുത്ത ഉദാഹരണം നോക്കാം. അവൾ ഒരു പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഷീ വുഡ് ലൈക്ക് ടു സിങ് എ സോങ്. അവൾ ഒരു പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ നിന്നെ കൂടുതൽ തവണ കാണാൻ ആഗ്രഹിക്കുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഐ വുഡ് ലൈക്ക് ടു സീ യു മോർ ഓഫൺ. ഞാൻ നിന്നെ കൂടുതൽ തവണ കാണാൻ ആഗ്രഹിക്കുന്നു. ഓഫൺ എന്നുള്ളതാണ് കൂടുതൽ തവണ എന്ന് പറയുന്നത്. ഞാനൊരു ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഐ വുഡ് ലൈക്ക് ടു ബിക്കം എ ഡോക്ടർ. ഞാനൊരു ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്നു. ബിക്കം എന്നുള്ളതിൻ്റെ അർത്ഥം ആവുക അല്ലെങ്കിൽ ആയിത്തീരുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ആകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ നോക്കിയത് പോസിറ്റീവായിട്ടുള്ള രൂപത്തിലുള്ള ഉദാഹരണമാണ് നോക്കിയത്. അടുത്തത് നമുക്ക് നെഗറ്റീവായിട്ടുള്ള രൂപത്തിലുള്ള ഉദാഹരണങ്ങൾ നോക്കാം. ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ നെഗറ്റീവ് ആകുമ്പോൾ ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാൻ പറ്റും. എങ്ങനെയാണ് ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുക? വുഡിൻ്റെ കൂടെ ഒരു നോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഐ വുഡ് നോട്ട് ലൈക്ക് ടു സ്റ്റഡി. ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വുഡ് നോട്ടിനെ ഷോർട്ടാക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഐ വുഡിൻറ്റ് ലൈക്ക് ടു സ്റ്റഡി. ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ രീതിയിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഞാനിത് കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഐ വുഡിൻറ്റ് ലൈക്ക് ടു ഈറ്റ് ദിസ്. ഞാനിത് കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്ത ഉദാഹരണം നോക്കാം.
അവൾ ഞങ്ങളുടെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഷീ വുഡിൻറ്റ് ലൈക്ക് ടു കം വിത്ത് അസ്. അവൾ ഞങ്ങളുടെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്ത ഉദാഹരണം നോക്കാം. അവർ പ്രഭാത ഭക്ഷണം തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ദേ വുഡിൻറ്റ് ലൈക്ക് ടു പ്രിപ്പയർ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളതാണ് പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത്. പ്രിപ്പയർ എന്ന് പറഞ്ഞാൽ തയ്യാറാക്കുക എന്ന് പറയും. ദേ വുഡിൻറ്റ് ലൈക്ക് ടു പ്രിപ്പയർ ബ്രേക്ക്ഫാസ്റ്റ്. അവർ പ്രഭാത ഭക്ഷണം തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്ത ഉദാഹരണം നോക്കാം. അവൻ ഈ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഹി വുഡിൻറ്റ് ലൈക്ക് ടു ഡു ദിസ് വർക്ക്. അവൻ ഈ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്ത ഉദാഹരണം നോക്കാം. അവർ ഒരു കോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ദേ വുഡിൻറ്റ് ലൈക്ക് ടു മേക്ക് എ കോൾ. അവർ ഒരു കോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്ത ഉദാഹരണം നോക്കാം. അവൾ അതിനെക്കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഷീ വുഡിൻറ്റ് ലൈക്ക് ടു ഹിയർ അബൌട്ട് ഇറ്റ്. അവൾ അതിനെക്കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. അബൌട്ട് എന്ന് പറഞ്ഞാൽ കുറിച്ച് എന്നാണ്, അബൌട്ട് ഇറ്റ് അതിനെക്കുറിച്ച്. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ എൻ്റെ സമയം പാഴാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഐ വുഡിൻറ്റ് ലൈക്ക് ടു വേസ്റ്റ് മൈ ടൈം. ഞാൻ എൻ്റെ സമയം പാഴാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു പ്രവാസിയാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഐ വുഡിൻറ്റ് ലൈക്ക് ടു ബിക്കം എ എമിഗ്രൻറ്റ്. ഞാനൊരു പ്രവാസിയാകാൻ ആഗ്രഹിക്കുന്നില്ല. എമിഗ്രൻ്റ് എന്നുള്ളതാണ് പ്രവാസി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നോക്കിയത് ഒരു കാര്യം പറയുന്ന രീതിയാണ്. ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന രീതിയാണ് നമ്മളിപ്പോൾ നോക്കിയത്. നീ പഠിക്കാൻ ആഗ്രഹിക്കുന്നുവോ എന്നുള്ള രീതിയിലുള്ള ചോദ്യ രൂപങ്ങൾ നമുക്കടുത്ത നോക്കാം. നീ പഠിക്കാൻ ആഗ്രഹിക്കുന്നുവോ എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? വുഡ് യു ലൈക്ക് ടു സ്റ്റഡി. നീ പഠിക്കാൻ ആഗ്രഹിക്കുന്നുവോ? ഇതിൽ വാക്കുകളുടെ ഓർഡർ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആദ്യം എന്ന് പറയുന്നത് വുഡാണ് ചേർക്കേണ്ടത്. രണ്ടാമതായിട്ട് ആരാണോ പ്രവൃത്തി ചെയ്യുന്നത്, ഇവിടെ എന്നുള്ളത് യു എന്നുള്ളതാണ്. യു ചേർക്കാം, ആരെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. യു വെക്കാം, ഷീ വെക്കാം, ഹീ വെക്കാം, ആരെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. മൂന്നാമതായിട്ട് ലൈക്ക് ചേർക്കാം. നാലാമതായിട്ട് ടു ചേർക്കാം. അഞ്ചാമതായിട്ട് എന്താണോ പ്രവൃത്തി വരുന്നത് ആ പ്രവൃത്തി ചേർത്ത് കൊടുക്കുക. ഇവിടെ എന്നുള്ളത് സ്റ്റഡി എന്നുള്ളതാണ്. സ്റ്റഡി ചേർക്കുക. പ്രവൃത്തി നിർബന്ധമായിട്ടും V1 ആയിരിക്കണം. ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്കിതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. നീ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും? വുഡ് യു ലൈക്ക് ടു ടേക്ക്. നീ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നീ കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും? വുഡ് യു ലൈക്ക് ടു പ്ലേ. നീ കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവൻ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും? വുഡ് ഹി ലൈക്ക് ടു കം. അവൻ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവൾ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും? അവൾ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? വുഡ് ഷീ ലൈക്ക് ടു ജോയിൻ. അവൾ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ നോക്കിയത് ചെറിയ രീതിയിലുള്ള ഉദാഹരണമാണ്. നമുക്കിതിന്റെ വലിയ രീതിയിലുള്ള ഉദാഹരണങ്ങൾ നോക്കാം. കൂടാതെ നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ്സുകളൊക്കെ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇത് ഉപയോഗിച്ചിട്ട് സംസാരിക്കാൻ പറ്റുന്നതാണ്. അതും നമുക്ക് നോക്കാം. കൂടാതെ നമുക്ക് അവസാനം ഇത് ചോദ്യങ്ങളും അതുപോലെ തന്നെ ഉത്തരവും ചേർത്ത് വെച്ചുകൊണ്ട് എങ്ങനെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, അതുപോലെ തന്നെ എങ്ങനെ കൃത്യമായിട്ടുള്ള മറുപടികൾ പറയാം എന്നുള്ളതും കൂടി നമുക്ക് ഇതിന്റെ കൂടെ നോക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എന്താണോ ഈ കോഴ്സിലൂടെ പഠിക്കുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെയാണോ സംസാരിക്കാനുള്ള അവസരം ലഭിക്കുന്നത് അവിടെ നിങ്ങൾ നിർബന്ധമായിട്ടും സംസാരിച്ച് പരിശീലിക്കണം. അങ്ങനെ നിങ്ങൾ സംസാരിച്ച് പരിശീലിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ പതുക്കെ പതുക്കെ നിങ്ങൾ മറന്നു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കൂടാതെ മറ്റൊരാളുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഉള്ളിൽ നിന്ന് വാക്കുകളൊന്നും വരാത്ത ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും എവിടെയാണോ സംസാരിക്കാനുള്ള അവസരം ലഭിക്കുന്നത് അവിടെ നിങ്ങൾ നിർബന്ധമായിട്ടും സംസാരിച്ച് പരിശീലിക്കുക തന്നെ ചെയ്യണം. അഥവാ നിങ്ങൾക്ക് സംസാരിച്ച് പരിശീലിക്കാനുള്ള ഒരു അവസരം മറ്റ് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ദിവസവും അരമണിക്കൂർ വെച്ചിട്ട് സംസാരിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന കോഴ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത വരുന്നത് നിങ്ങളും ഒരു ടീച്ചറും മാത്രമായിരിക്കും ക്ലാസ്സിലുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു മടിയോ പേടിയോ ഇല്ലാതെ തന്നെ സംസാരിച്ച് പരിശീലിക്കാൻ പറ്റുന്നതാണ്. കൂടാതെ ഇന്ത്യൻ സമയം രാവിലെ 7 മണി മുതൽ രാത്രി 11 മണി വരെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഏതാണോ ഫ്രീ ടൈം കിട്ടുന്നത് ആ ടൈം ആയിരിക്കും നിങ്ങൾക്ക് ലൈവ് ആയിട്ടുള്ള സ്പീക്കിംഗ് പ്രാക്ടീസ് ഉണ്ടാവുക. അതുപോലെ തന്നെ ക്ലാസ്സിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യ ക്ലാസ് സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നതാണ്. ക്ലാസ്സിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ക്ലാസ്സിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. നീ ഞങ്ങളോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും? വുഡ് യു ലൈക്ക് ടു ജോയിൻ വിത്ത് അസ്? നീ ഞങ്ങളോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അടുത്ത ഉദാഹരണം നോക്കാം. നീ ചിക്കൻ ബിരിയാണി കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും? വുഡ് യു ലൈക്ക് ടു ഈറ്റ് ചിക്കൻ ബിരിയാണി? നീ ചിക്കൻ ബിരിയാണി കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അടുത്ത ഉദാഹരണം നോക്കാം. അവൾ ഒരു പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും? വുഡ് ഷീ ലൈക്ക് ടു സിങ് എ സോങ്? അവൾ
ഒരു പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അടുത്ത ഉദാഹരണം നോക്കാം. അവൻ അവൻ്റെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റുമോ? വുഡ് ഹി ലൈക്ക് ടു ഇംപ്രൂവ് ഹിസ് ഇംഗ്ലീഷ്? അവൻ അവൻ്റെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? അടുത്ത ഉദാഹരണം നോക്കാം. അവർ ഈ രാത്രി ഇവിടെ തങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. വുഡ് ദേ ലൈക്ക് ടു സ്റ്റേ ഹിയർ ദിസ് നൈറ്റ്? അവർ ഈ രാത്രി ഇവിടെ തങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അടുത്ത ഉദാഹരണം നോക്കാം. നീ എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. എന്തെങ്കിലും എന്ന് പറയുന്നത് എനിത്തിങ് എന്നാണ് പറയുക. വുഡ് യു ലൈക്ക് ടു ഹാവ് എനിത്തിങ്? നീ എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഹാവ് എന്ന് പറയുന്നത് കഴിക്കുക എന്നുള്ള അർത്ഥം ലഭിക്കും. ഹാവ് കഴിക്കുക, കുടിക്കുക, ഉണ്ടാകുക, ഇങ്ങനെ 3 അർത്ഥങ്ങൾ എന്ന് പറയുന്നത് ഹാവിനുണ്ട്. അടുത്ത ഉദാഹരണം നോക്കാം. നീ ഞങ്ങളുടെ കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. വുഡ് യു ലൈക്ക് ടു ജോയിൻ അവർ കോഴ്സ്? നീ ഞങ്ങളുടെ കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അടുത്ത ഉദാഹരണം നോക്കാം. അവൾ ഒരു അധ്യാപികയാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. വുഡ് ഷീ ലൈക്ക് ടു ബിക്കം എ ടീച്ചർ? അവൾ ഒരു അധ്യാപികയാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അടുത്തത് ക്വസ്റ്റ്യൻ വേർഡ്സുകൾ വെച്ചിട്ടുള്ള കുറച്ച് ചോദ്യ രൂപങ്ങൾ നോക്കാം. നീ എന്ത് കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. എന്ത് എന്നുള്ളത് വാട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുക. വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ്? നീ എന്ത് കഴിക്കാൻ ആഗ്രഹിക്കുന്നു? ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ അധികവും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ചോദിക്കുന്നത് പതിവാണ്. അടുത്ത ഉദാഹരണം നോക്കാം. നീ എവിടെ പോകാൻ ആഗ്രഹിക്കുന്നു എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. എവിടെ എന്നുള്ളത് വേർ എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുക. വേർ വുഡ് യു ലൈക്ക് ടു ഗോ? നീ എവിടെ പോകാൻ ആഗ്രഹിക്കുന്നു? അടുത്ത ഉദാഹരണം നോക്കാം. നീ എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. വെൻ വുഡ് യു ലൈക്ക് ടു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്? നീ എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? അടുത്ത ഉദാഹരണം നോക്കാം. നീ എങ്ങനെ വരാനാണ് ആഗ്രഹിക്കുന്നത് എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. ഹൗ വുഡ് യു ലൈക്ക് ടു കം? നീ എങ്ങനെ വരാനാണ് ആഗ്രഹിക്കുന്നത്? ഹൗ എന്നുള്ളത് എങ്ങനെ എന്നാണ് അർത്ഥം ലഭിക്കുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. നീ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുമ്പോൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. വാട്ട് വുഡ് യു ലൈക്ക് ടു ഡു വെൻ യു ഫിനിഷ് സ്കൂൾ? നീ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുമ്പോൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അടുത്ത ഉദാഹരണം നോക്കാം. നീ എപ്പോഴാണ് ഷോപ്പിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്നത് എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. വെൻ വുഡ് യു ലൈക്ക് ടു ഗോ ഷോപ്പിംഗ്? നീ എപ്പോഴാണ് ഷോപ്പിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്നത്? അടുത്ത ഉദാഹരണം നോക്കാം. നീ ഏത് പുസ്തകം വായിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. വിച്ച് ബുക്ക് വുഡ് യു ലൈക്ക് ടു റീഡ്? നീ ഏത് പുസ്തകമാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത്? അടുത്ത ഉദാഹരണം നോക്കാം. നീ എത്ര ഭാഷകൾ അറിയാൻ ആഗ്രഹിക്കുന്നു എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. നീ എത്ര ഭാഷകൾ അറിയാൻ ആഗ്രഹിക്കുന്നു? ഹൗ മെനി ലാംഗ്വേജസ് വുഡ് യു ലൈക്ക് ടു നോ? നോ എന്ന് പറയുന്നത് അറിയുക എന്നാണ് പറയുന്നത്. ഹൗ മെനി ലാംഗ്വേജസ് വുഡ് യു ലൈക്ക് ടു നോ? നീ എത്ര ഭാഷകളാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്? നമ്മളിപ്പോൾ നോക്കിയത് പോസിറ്റീവായിട്ടുള്ള രൂപത്തിലുള്ള ചോദ്യങ്ങളാണ്. അടുത്ത നെഗറ്റീവായിട്ടുള്ള രൂപത്തിലുള്ള ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. അപ്പോൾ വുഡിൻ്റെ കൂടെ ഒരു നോട്ട് ചേർത്ത് കൊടുത്താൽ മതി. നീ പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും. നീ പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? വുഡിൻറ്റ് യു ലൈക്ക് ടു സ്റ്റഡി? നീ പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? ഈ രൂപത്തിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നമുക്കെടുത്ത് നോക്കാം. നീ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലേ എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും. വുഡിൻറ്റ് യു ലൈക്ക് ടു ഡു ഇറ്റ്? നീ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലേ? അടുത്ത ഉദാഹരണം നോക്കാം. അവൾ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ എന്നെങ്ങനെ ചോദിക്കാൻ പറ്റുമോ. വുഡിൻ ഷീ ലൈക്ക് ടു സ്റ്റഡി ഇംഗ്ലീഷ്? അവൾ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? അവർ ഇവിടെ ചേരാൻ ആഗ്രഹിക്കുന്നില്ലേ എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും. വുഡിൻറ്റ് ദേ ലൈക്ക് ടു ജോയിൻ ഹിയർ? അവർ ഇവിടെ ചേരാൻ ആഗ്രഹിക്കുന്നില്ലേ? അവൻ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ എന്നങ്ങനെ ചോദിക്കാൻ പറ്റുമോ. വുഡിൻറ്റ് ഹീ ലൈക്ക് ടു ഹാവ് ഫുഡ്? അവൻ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത് വുഡ് ലൈക്ക് ടുവിൻ്റെ 4 രൂപങ്ങളാണ് നോക്കിയത്. ഒന്ന്, ഒരു കാര്യം പറയുക എന്നുള്ളത്. അടുത്തത്, എങ്ങനെയാണ് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയുക. അതുപോലെ തന്നെ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക, പോസിറ്റീവായിട്ടും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ കൃത്യമായിട്ട് നോക്കിയത്. എല്ലാ രൂപങ്ങളും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പല വാക്കുകൾ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയാണോ സംസാരിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നത് അവിടെ നിങ്ങൾ നിർബന്ധമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് സംസാരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും നിങ്ങളോട് മറന്നു പോകില്ല. നമുക്കടുത്തത്, നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയ എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം, അതുപോലെ തന്നെ എങ്ങനെ ഉത്തരങ്ങൾ പറയാമെന്നുള്ള കാര്യങ്ങൾ ഒപ്പരം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ഉദാഹരണം നമുക്കടുത്ത് നോക്കാം. നീ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും. വുഡ് യു ലൈക്ക് ടു ഗോ? നീ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ നെഗറ്റീവായിട്ടുള്ള രൂപത്തിലുള്ള ചോദ്യം ചോദിക്കുകയാണ്. നീ പോകാൻ ആഗ്രഹിക്കുന്നില്ലേ എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും.
വുഡിൻറ്റ് യു ലൈക്ക് ടു ഗോ, നീ പോകാൻ ആഗ്രഹിക്കുന്നില്ലേ? അപ്പം മറുപടി പറയാണ്, ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഐ വുഡ് ലൈക്ക് ടു ഗോ, ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള രൂപത്തിൽ മറുപടി പറയാണ്, ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഐ വുഡിൻ ലൈക്ക് ടു ഗോ, ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ 4 രൂപങ്ങൾ ഒരു കോഡ് രൂപത്തിലുള്ള കാര്യം പോലെയാണ്. വുഡ് ലൈക്ക് ടുവിൻ്റെ 4 രൂപങ്ങളാണ് വരുന്നത്. ഏതൊരു സാഹചര്യത്തിലും 4 രൂപങ്ങളാണ് വരിക. ആ 4 രൂപങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ വുഡ് ലൈക്ക് ടുവിൻ്റെ എല്ലാ ഭാഗങ്ങളും പഠിച്ചതിന് തുല്യമായിരിക്കും. ഞാനിതിൻ്റെ കൂടെ ഒരു ടാസ്കും കൂടി നൽകാം. ആ ടാസ്ക് നിങ്ങൾ കൃത്യമായിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് എൻ്റെ കമൻറ്റിലേക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ അത് കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ടാസ്ക് ഇതാണ്, നീ എന്ത് കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്? അപ്പോൾ മറുപടി പറയാണ്, ഞാൻ പൊറാട്ടയും ഫിഷ് കറിയും കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അടുത്ത ടാസ്ക്, നീ എന്ത് ആകാനാണ് ആഗ്രഹിക്കുന്നത്? അപ്പോൾ മറുപടി പറയാണ്, ഞാനൊരു അധ്യാപകനാകാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും ഈ ഒരു ക്ലാസ് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. കൂടാതെ എൻ്റെ വാട്സപ്പ് നമ്പറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതും പറയുന്നത് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ നിങ്ങളുടെ ബന്ധപ്പെട്ടവരിലേക്ക് ഈ ഒരു വീഡിയോസ് എത്തിച്ചു കൊടുക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.